ഹലോ എവ്രി വൺ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. ഷൈൻ ഇപ്പോൾ ചെയ്യണം എന്താണെന്നറിയാം, എൻ്റെ പെരുന്നാൾ ഡ്രസ്സിന് വേണ്ടിയിട്ട് അളവെടുക്കുകയാണ് കേട്ടോ. കാരണം ഞാനൊരു ഓൺലൈൻ പേജിലാണ് ഓർഡർ കൊടുത്തത്. അപ്പോൾ ഒരു കുറച്ച് മെഷർമെൻറ്റ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷൈന്, എനിക്ക് വേറൊരാളുടെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനും അറിയാം, എൻ്റെത് ഞാൻ തന്നെ എടുത്താൽ റെഡി ആവില്ലല്ലോ. അപ്പോൾ ഞാൻ ഷൈനെ കൊണ്ടാണ് എടുപ്പിച്ചത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോണത്? പിന്നെ നമ്മൾ കോഴിക്കോട് ചെരുപ്പെടുക്കാൻ പോകണം. പിന്നെ ഡ്രസ്സ് പിന്നെ സ്റ്റിക്കറില്ല ഗൈസ്. പിന്നെ ഞങ്ങള് പൂൾക്ക് പോവും, കൊണ്ടോട്ടി ഫെസ്റ്റിന് പോവും. കുറേ പരിപാടി ഗൈസ്. അളിയന്റെ എന്റെ ഇതെന്റെ ഇതൊരു 60,000 ഉറുപ്പിക ഉണ്ടാവും ഗൈസ്. പിന്നെ ഇപ്പൊ എന്താ ഉള്ളത്? പിന്നെ ഒന്നുമില്ല ഗൈസ്. എനിക്ക് ഇതിൻ്റെത് അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ പെട്ടെന്ന് ഒരു മൂവി ബുക്ക് ചെയ്തിരിക്കുന്നു. സോ വിൽ ഗോ ടു എ മൂവി. എന്തൊക്കെയാണ് ലിപ്സ്റ്റിക് എടുക്കാം. ഇതാണ് നൈക്കേൻ്റെ സൂപ്പർ ലൈറ്റ് ലിപ്സ്റ്റിക്ക്. ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ പിന്നെ ചുണ്ടുമുട്ടുന്നത്. ഷെയ്ഡ് നിങ്ങൾ നോക്കട്ടോ, നല്ല രസമുള്ളൊരു ബ്രൗൺ ഷെയ്ഡ്, സിനമൺ സ്വാൾ. നമ്മുടെ താഴെ ടാഗ് ചെയ്തെടുക്കാം. വെരി ഗുഡ്. നമ്മള് ഇന്നലെ 2 ലിപ്സ്റ്റിക്ക് പുതിയത് ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് കിട്ടിയിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം. സ്പോൺസേർഡ് ബൈ അറ്റിച്ച് വന്നു, അല്ലെങ്കിൽ സ്നേഹത്തോട് എൻ്റെ ഭർത്താവ് പൈസ അയച്ചെന്ന്. അതുകൊണ്ട് നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബാഗ് എടുത്തിട്ട് ലെറ്റ്സ് ഗോ ഡൗൺ. പക്ഷെ ഇവിടെ കിളിപ്പെടുക്കണം. ഇവിടെ മൊത്തം ഇതാണ്, ഇരുട്ടല്ലേ നീ? അവിടെ ഇതാണ്. ഓക്കെ, അതെ, കൈ അടങ്ങി നിൽക്കൂല, എന്താ ചെയ്യാ? അതെ, ഞാന് എന്താ പറയാ, അനക്ക ഇങ്ങനെ കക്കാണ് മുടിക്കലേ. അതൊക്കെ. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മളെ അളിയനും കൂടി കൂട്ടാണ്ട് തേർഡ് വീലിംഗ് ഉണ്ട്. തേർഡ് വീലിംഗ് കുറച്ച് ദിവസമായിട്ട് തേർഡ് വീലിങ്ങിനെ കൊണ്ടാണ് പോവല്. അതാകുമ്പോൾ ഞങ്ങൾക്ക് എവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ സുഖമാവും. ആ ക്യാബിലെടുത്താ ചാർജ് ചെയ്ത് വെച്ച ക്യാബ്. മൂവി നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്തായിരുന്നു, അതുകൊണ്ട് പിന്നെ മാറ്റിയിട്ട് വേഗം പോകാമെന്ന് കരുതി. പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനായിട്ട് കൊടുത്തുകൊണ്ട് പിന്നെ ഞാൻ അധികം തപ്പിയിട്ടില്ല. ഞാൻ കുറച്ച് ഷോപ്പിൽ പോയി നോക്കിയെങ്കിലും അതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓൺലൈനിൽ കൊടുക്കാമെന്ന് കരുതിയത്. പിന്നെ ഈ പിങ്ക് സാധനമാണ് കേട്ടോ. പിന്നെ ഈ കാറിലെ ട്രൈപോഡ്, കാറിൽ നിന്ന് വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യൽ. കോഴിക്കോട് പോണതിൻ്റെ മുന്നേ നമ്മൾ കൊണ്ടോട്ടിൻ്റെ കിഡോണക്സ് ഉണ്ടല്ലോ, അവിടെ കൂടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഹാദിക്കും ഷാഹിനും ഇങ്ങനെ ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഹോട്ട് വീൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കുറച്ച് മുന്നേ വരെ ഹോട്ട് വീൽസ് തീരെ കിട്ടാനില്ലായിരുന്നു. നമ്മളിങ്ങനെ ഡബിൾ പ്രൈസും ട്രിപ്പിൾ പ്രൈസൊക്കെ കൊടുത്തിട്ട് മേടിക്കണേനു. പക്ഷെ ഇപ്പോൾ എല്ലാ ഷോപ്പിലൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ അവൈലബിൾ ആയി വരുന്നുണ്ട്. ഇവിടെയും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഹോട്ട് വീൽസിൽ തന്നെ 2 ടൈപ്സ് കാർസ് ഉണ്ടല്ലോ. ഇത് ഇമാജിൻ കാർസ്, എനിക്ക് ആ പേരറിയില്ല. അപ്പോൾ കിഡോണക്സത്തോല് പറഞ്ഞു ഒരു റിയൽ കാർ എടുക്കണമെങ്കിൽ ഒരു ഇമാജിൻ കാർസും എടുക്കണം. കാരണം ഒരു ഇമാജിൻ കാർസ് എന്താ പറയുക, സ്റ്റോക്ക് പോണില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് മൂഡ് പോയി. എന്തിന് ഞങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത വേറൊരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് എടുക്കണം. അങ്ങനെ പിന്നെ മനസ്സോടെ ഒരു വേറെ കാറും ഒന്ന് ഞങ്ങൾക്ക് വേണ്ട കാറും പിന്നെ വേറെ എന്തോ ഒരു കാറും കൂടെ എടുത്തിട്ട് അവിടെ നിന്ന് പോന്നു. അപ്പോഴാണ് ഈ കുട്ടി സാധനം വാങ്ങി വെല്ലിപ്പാൻ്റെ കൂടെ പോടോ കേട്ടത്. എന്തൊരു ക്യൂട്ടായില്ലേ, അതിൻ്റെ തൊള്ളയിൽ കൂടെ കൗത്തു കൂടെ ഒക്കെ മാല ഇട്ടിട്ട്. പിന്നെ ഞങ്ങൾ കോഴിക്കോട് പോയി. ഫസ്റ്റ് തന്നെ പോണത് ഫിലിം കാണാനാണ്. കാരണം അതിന് ഞങ്ങൾ എത്താൻ ലേറ്റാണ്. കറക്റ്റ് ടൈമിനൊക്കെയാണ് എത്തുന്നത്. ഈ ഒരു റോഡ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഫിലിം ബുക്ക് ചെയ്തത് മറ്റേ ഗോകുലം ഗാലറിയിലെ സിനിപോളിസിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മൂവി പെട്ടെന്ന് ബുക്ക് ചെയ്തതാണ്. പെട്ടെന്ന് അതിൽ സീറ്റ് കണ്ടത് മധുവിധുവിനാണ്. അപ്പം മധുവിധുവാണ് ഞങ്ങൾ നേരെ പോയി കണ്ടത്. അങ്ങനെ മൂവിയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞില്ലേ ചെരുപ്പ് എടുക്കാൻ പോകാമെന്ന്. എനിക്ക് പെരുന്നാൾക്ക് ചെരുപ്പ് എടുക്കാണ്ടായിരുന്നു. അപ്പം കോഴിക്കോട് ഒരു ഷോപ്പ് ഉണ്ടല്ലോ V2 പറഞ്ഞിട്ട്, അതിൻ്റെ മുന്നേ ഒരു വർഷം അതിൻ്റെ കൂടെ പോയിക്കണ്. അപ്പോൾ എനിക്ക് അവിടുത്തെ ചെരുപ്പൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ അവിടെ പോവാണ് ചെരുപ്പ് എടുക്കാൻ. അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹീൽസ് എടുക്കരുത്, ഫ്ലാറ്റ്സ് എടുത്താൽ മതി. കാരണം എൻ്റെ ആകെ ഒരൊറ്റ ഫ്ലാറ്റ് ചെരുപ്പേ ഉള്ളൂ, ബാക്കി മൊത്തം ഹീലാണ്. അപ്പോൾ എവിടെ പോകുമ്പോൾ ഹീലിട്ടിട്ട് കാലുവേദന പറഞ്ഞിട്ട് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ എന്നോട് പറയും ഇപ്രാവശ്യം എന്തായാലും ഫ്ലാറ്റ്സ് എടുത്തോ, ഹീൽസ് എടുക്കണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ കയറി ചെല്ലിനോട് തന്നെ ഹീൽസാണ്. അപ്പോൾ ഞാൻ നേരെ കണ്ടത് ഹീലാണ്. അതിൽ എനിക്കൊരു ഹീൽ ഇഷ്ടമായി. അപ്പോൾ പിന്നെ എന്നോട് എടുക്കണ്ട, വേണ്ട ഇപ്രാവശ്യം ഹീൽ എടുക്കണ്ട, ഫ്ലാറ്റ് മതി പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ മനസ്സിലെ ഫ്ലാറ്റ് തപ്പാൻ പോയി. അങ്ങനെ ഞാനൊരു ഗോൾഡൻ കളർ ഫ്ലാറ്റ് എടുത്തു കിട്ടാ. പക്ഷേ
ഷായിൻക്കും അവിടെ നിന്ന് തന്നെ വേറൊരു ഹീല് ഷായിൻക്കും ഇഷ്ടമായി. അപ്പോൾ പിന്നെ 2 ചെരുപ്പാണ് ഞങ്ങൾ മേടിച്ചത് അവിടുന്ന്. വ്ലോഗിക്കുള്ളതാണ് ചെരിച്ചെടുക്കും മര്യാദക്ക് എടുക്കുള്ള നല്ല പരാതിന്റെ കുട്ടികൾക്ക്. മര്യാദക്ക് എടുക്കണേ, മര്യാദക്ക് എടുക്കണില്ല കുട്ടികളെ. ഇവിടെ പരാതി പറയണം, എല്ലാവരും പരാതി. മര്യാദക്ക് എടുക്കണില്ല. എന്താ ചെയ്യുക, നിങ്ങളെ കമൻസൊക്കെ ഇന്നെക്കാട്ടും കൂടുതൽ വായിക്കണത് ഓനാ തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള റിക്സറേനാട്ടിൽ പൂളിക്കാണ് എല്ലാവരും കൂടെ അമ്മാമിയും സവിതാത്തയും ഞങ്ങളും എല്ലാവരും ഉണ്ടായിനി. ഹംദും ഉണ്ടായിനി. ഹംദു ഷാഹിനെ പുളിയാപ്പിള എന്നിട്ട് വിളിക്കൽ. പുതിയാപ്പിള എന്ന് അതിന് പറയാൻ കാര്യം. അപ്പോൾ പുളിയാപ്പിള എന്ന് പറയുക. അപ്പം ഞങ്ങളെ ടൈം 10 മണിയായിരുന്നു. അപ്പം അതിന് മുന്നേ വേറെ ഏതോ ഒരു ടീം അതിൻ്റെ അകത്തുണ്ടായിരുന്നു പൂളിൻ്റെ. അപ്പോൾ അവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. 10 മണിയാണെങ്കിലും ഞങ്ങൾ അകത്ത് കയറാൻ 10:15 ആയിട്ടുണ്ടേനി. അപ്പം ഞങ്ങൾ ബോറടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. എന്തൊക്കെയോ പറയണം. എന്താ പറയണമെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മുഖത്തുള്ള കുരുവിനെ പറ്റിയാണ് പറയണത്. ഊട്ടി വ്ളോഗൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഈ കുരുവിൻ്റെ ആൾക്കാരാണ്. അപ്പോഴത്തേനും എനിക്ക് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ബെഡ്മൊക്കെ കയറേണ്ട ടൈം ആയിരിക്കണം. അങ്ങനെ പൂളിലൊക്കെ പോയി ഉഷാറാക്കി പോകുന്നു. പിന്നെ വേറെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് പിന്നെ വേറൊരു ദിവസം ഈദ് ഷോപ്പിങ്ങിന് പോയതാണിത്. ഞാൻ അമ്മച്ചിൻ്റെ കൂടെ ഉണ്ട് പോയത്. ഏതൊക്കെ പ്രാവശ്യം ഷോപ്പിങ്ങിന് പോയിക്കണോ അതൊക്കെ ഞാൻ കുറച്ച് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിരിക്കണേ. അപ്പം ഇത് അമ്മച്ചീൻ്റെ കൂടെയാണ് പോണത്. ഇതിപ്പോൾ എന്തെടുക്കാനാണ് റബ്ബേ ഓർമ്മയില്ല എന്തെടുക്കാനാണ് പോണതെന്ന്. ഇത് ഭയങ്കര എല്ലാവുമെന്ന് പറഞ്ഞ ഷോപ്പാണ്. ഞാൻ റീൽസിലൊക്കെ ഇടലുണ്ട്. അപ്പോൾ അവിടെ പോയതായിരുന്നു. അവിടെ നിന്ന് എനിക്കൊരു 2 കോട്ട് സെറ്റ് ഇഷ്ടമായി. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് അവിടെ നിന്ന് ഓരോ ഡ്രസ്സ് ഇട്ടിട്ടൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. അതും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇത് പിന്നെ വേറൊരു ദിവസമാണ്. ഇങ്ങനെ കട്ടായിട്ടുള്ള ദിവസങ്ങളാണ് എൻ്റെ ഈദ് ഷോപ്പിംഗ് നടക്കുന്നത്. കാരണം ഒന്നും കിട്ടണില്ല. എല്ലായിടത്തും ഭയങ്കര തിരക്കില്ലേ. വിചാരിച്ച സാധനം കിട്ടണമില്ല. എല്ലായിടത്തും നല്ല തിരക്കുമാണ്. ഇത് പിന്നെ ഞാൻ പോണത് ഇപ്പം എങ്ങോട്ടാ എനിക്കില്ലേ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കും. അടുത്ത ക്ലിപ്പ് ഇങ്ങനെ കാണണം, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്താ ചെയ്യണത്, എങ്ങോട്ടാണ് പോകണത് എന്നുള്ളത്. ഇത് ഹാദിക്ക് ഷർട്ട് നോക്കാൻ വേണ്ടി പോയതാണ്, മെൻജിക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു ഞാൻ ഷായിനൊരു ഷർട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷായിനെ നോക്കിയത് മെൻജിലാണ്. കറക്റ്റ് ഫിറ്റ് മെൻജിൽ കിട്ടും കേട്ടോ. പക്ഷേ മെൻജിൽ ഹാദിൻ്റെ അടുത്തും ഷായിൻ്റെ അടുത്തുള്ള പ്രിൻസ് തന്നെ ഉള്ളൂ. പുതിയതൊന്നും നല്ല പ്രിൻസ് വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ മെൻറ്റൊന്നും എടുത്തില്ല. മെൻറ്റൊന്നും അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിട്ടിരുന്ന് ഹാദിക്കാണെങ്കിലും കാക്കാക്കാണെങ്കിലും ഷൈനാണെങ്കിലും ഒക്കെ എടുക്കുന്ന ഒരു സ്പേസ് ഗ്ലാമറാണ്. എനിക്ക് അവിടുത്തെ ഷർട്ട്സിൻ്റെ കളക്ഷൻസ് ഒന്നും കൂടെ കുറച്ചുകൂടെ വൈഡായിട്ടുണ്ട് തോന്നുന്നു. ഞാൻ എപ്പോഴും അവിടെ നിന്നാണ് എടുക്കൽ. അവിടെ നിന്നാണ് എനിക്ക് ഷർട്ട്സ് പെട്ടെന്ന് ഇഷ്ടമാവുകയും ചെയ്യാം. അപ്പോൾ മെൻറ്റിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരെ പോയത് ഗ്ലാമർക്കാണ്. ഇപ്പോൾ കൊണ്ടോട്ടി ഫസ്റ്റ് നടക്കുന്നതുകൊണ്ട് സൈഡിൽ വലിയൊരു പാർക്കിംഗ് ഉണ്ടായിരുന്നു. ആ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ പോയി. ആദ്യം പെരുന്നാൾ ഡ്രസ്സ് എടുക്കാണ്ട് ആദ്യൻ്റെ പിന്നെ ഞാനും ആദ്യം ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ തീരെ ഒത്തു പോവില്ല. ഓൻ്റെ ആ ഒരു വൈബിൽ എടുക്കണം. എനിക്ക് അങ്ങനത്തെ ഒരു സാധനങ്ങളേ പറ്റില്ല. അപ്പം ഞാൻ ഷൈനുള്ളത് മാത്രമേ നോക്കി സെലക്ട് ചെയ്തിട്ടുള്ളൂ. മറ്റേത് ഞാനും ഓനും അടിപിടിയാവും. അങ്ങനെ കുറച്ച് തപ്പി ഷായിൻക്ക് ഒരു ഷർട്ട് എടുത്തു. അങ്ങനെ എനിക്ക് വേറെ ഷർട്ടും ഇഷ്ടമായി. അങ്ങനെ മൊത്തം 2 ഷർട്ടാണ് എടുത്തത്. ആദ്യക്കും ഒരു ഷർട്ടും ടീഷർട്ടും ഒക്കെ അവിടെ നിന്ന് കിട്ടി. ടീഷർട്ടിനൊന്നും കാര്യം പറയണ്ട, ഓൻ്റെ വൈബ് അതാണ്, ഓൻ്റെ ഇഷ്ടതാണ്. പിന്നെ ഞാൻ മിണ്ടാണ്ടിരിക്കും ഇപ്പോഴല്ലേന്ന് വെച്ചിട്ട്. പിന്നെ പെരുന്നാൾ ഡ്രസ്സ് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പ്ലെയിൻ ഷർട്ടും ഇങ്ങനത്തെ ഒരു ജീനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓവർ ലൂസ് ഫിറ്റ് ആയത് പെരുന്നാൾക്ക് എടുക്കേണ്ട, അത് രസം ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തറയിട്ടാലൻ്റെ അമ്മച്ചിൻ്റെ ഒരു ഫ്രണ്ട് ചെറിയൊരു ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെയും പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇപ്പോൾ വരുന്ന ഫുഡ് കഴിക്കും, അമ്മച്ചി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അത് തിന്നും പോവും. പിന്നെ നാളെ രാവിലെ ആ ഫുഡൊക്കെ കഴിച്ചതൊക്കെ ദഹിച്ചിട്ട് നാളെ രാവിലെ മുപ്പിലെന്ത് ചെയ്യും, കയറി വരും. ഉറക്കം ഇവിടെ ഇല്ല, തീറ്റ ഒരു നേരം ഇവിടെ, പിന്നെ അങ്ങ് ഇവിടെ നിന്ന് തിന്നൂല. അങ്ങനത്തെ ഒരു ഇതാണിത്. എന്താണ് ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് നോക്കി പറഞ്ഞിടത്ത് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണത്? എന്തിനാണ് ഇങ്ങനെ തെണ്ടി നടക്കുന്നത്? പുറത്താരെ കുട്ടിക്കുള്ളതെന്നറിയില്ലേ? ഏതൊക്കെ 2 പൂച്ചയുണ്ട്, അറ്റങ്ങളെ വീട്ടിൽ ഇങ്ങനെ നടക്കും. കോഴിയായാണ്ട് കോഴി ഇത് പൂച്ചക്കുട്ടിയല്ല, ഇത് കോഴിക്കുട്ടിയാണ് ഇല്ലേ? പോയി ഈ നാളെ നോക്കിയാൽ മതി. ഞാൻ ഈ വീഡിയോ കുറച്ച് 3 ദിവസത്തേക്ക് മിക്സ് ആക്കിയിട്ടാണ് ഇട്ടത്. ബിക്കോസ് ഫസ്റ്റ് ഡേയിലെ വ്ളോഗാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് കുറച്ച് തീരെ ഷോർട്ട് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, ബൈ.